മോർണിംഗ് ഗൈസ്. അങ്ങനെ മോർണിംഗ് എന്റെ കൈവേളയിൽ നിന്ന് പോയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മോർണിംഗ് ഡ്യൂട്ടി. എന്റെ ഡ്യൂട്ടി. ഞാൻ ഇപ്പൊ എന്തെങ്കിലും കഴിക്കട്ടെ. എനിക്ക് നല്ല വിശപ്പുണ്ട്. കുഴപ്പമില്ല, കഴിച്ച് ചിലപ്പോ വിശപ്പം പോവായിരിക്കും. ഓക്കെ, ഇപ്പൊ കഴിച്ചുള്ള സെറ്റ് ചെയ്യാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഗൈസ്. ഉപ്മാവാണ്. ഞാൻ ശകലേ കഴിച്ചുള്ളൂ. ഉപ്പമായതുകൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി കഴിക്കായിരുന്നു. ഞാൻ പുറത്തോട്ട് ഒരു കാലി ചായ കുടിക്കാത്ത. അപ്പൊ അത് അപ്സെറ്റ് ആവും. ഈ കാലത്ത് കിട്ടൂല അല്ലേ? പറ. രാവിലെ വർക്കിന് കയറുന്ന ഉച്ചക്ക് വർക്ക് ചെയ്യുന്നതിന്റെ ഒരു എക്സ്പീരിയൻസ് ആ. മനസ്സിലായില്ല. രാവിലെ വർക്ക് കയറുന്നതിന്റെയും ഉച്ചക്ക് വർക്കിന് കയറുന്നതിന്റെ എക്സ്പീരിയൻസ് ആ. രാവിലെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രീ മൈൻഡിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം ആരുടെ ഒരു ശല്യമില്ല, ഒന്നുമില്ല. നമുക്ക് ഇപ്പോൾ ഫുഡ് അടിക്കാനാണെങ്കിൽ എല്ലാ റേഞ്ചസും ഫ്രീ ആണ്, കാലിയാണ്, നമ്മളെല്ലാം റെഡിയാണ്. പെട്ടെന്ന് ഒരു പ്രൊഫഷണൽ ആയിട്ട് പറയണ പോലെ പറഞ്ഞിട്ടിരിക്കണേ നിങ്ങള്. ഞാനിങ്ങനെ സംസാരിക്കുന്നത്. അപ്പൊ ഉച്ചക്ക് കയറുവാണെങ്കിലും ഉച്ചക്ക് കയറുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. കാരണം ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ ഫുഡ് നമ്മൾ ലേറ്റ് ആവുന്നു. ഇതെല്ലാം നമ്മളിപ്പോൾ ബൾക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അതിലേക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല. എനിക്ക് ക്ലാഷായി സാധനം അവിടെ ലേറ്റ് ആവും. അതുപോലെ സ്റ്റാഫിൻ്റെ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ ബെനിഫിറ്റ് ആയിരിക്കും. ഓക്കെ, അതൊക്കെ മനസ്സിലായല്ലേ? ഉച്ചക്ക് കയറുന്നതിന്റെയും രാവിലെ കയറുന്നതിന്റെയും ബെനിഫിറ്റ്സുകളൊക്കെ. പക്ഷെ രാവിലെ ഉച്ചക്ക് കയറുന്നതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് അത്യാവശ്യമായിട്ട് കിടന്ന് ഉറങ്ങി പതുക്കെ ചില്ലായിട്ട് എണീറ്റ് ചായ കുടിച്ച് അല്ലേ? പക്ഷെ രാവിലെ നമ്മൾ എണീക്കാവുന്ന ബുദ്ധിമുട്ടുള്ളൂ. പിന്നില്ലേ കിച്ചണിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവർക്ക് ഷെഫുമാർക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് എഫോർട്ട് ഒക്കെ ഇടുന്നുണ്ട്. നിങ്ങൾ കാരണം കിച്ചണിലാണല്ലോ, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അതായത് ഒരു നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ജോലികൾക്കനുസരിച്ച് അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട്. ചെയ്യുന്ന ജോലിയിൽ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവും, ചെയ്യുന്ന ജോലിയിൽ ബുദ്ധിമുട്ടുണ്ടാവും, അവരവരുടെ ജോലിക്ക് അവർക്ക് ഓരോ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഇത്രയും പറഞ്ഞത് നമ്മുടെ ഷെഫിന് ഒരുപാട് നന്ദി. ഓക്കെ, നമ്മുടെ സൗത്ത് സൈഡിലെ ഷെഫിന്റെ ഒപ്പീനിയൻസ് ആണ് കേട്ടോണ്ടിരുന്നത് ഗൈസ്. വേറൊരാൾ കൂടി ഉണ്ട്, ജീനോ എന്ന് പറഞ്ഞിട്ട്. ആളുടെ ഒപ്പീനിയൻ കൂടി നമുക്ക് താമസിയാണ്ട് കേൾക്കാം. ഇനി കുറെ കിടക്കുന്നു, ഞാൻ എത്ര പേര് എടുക്കുന്നത്? ഇത് അതിലൊരു 10-30 പേരുണ്ട്. അപ്പൊ എല്ലായിടത്തും പതുക്കെ നമുക്ക് ഒപ്പീനിയൻസ് ഒക്കെ ചോദിച്ച് സെറ്റ് ചെയ്ത് എടുക്കാം ഗൈസ്. ഓക്കെ, ബൈ, കാണാം. ഓക്കെ, ശരി.